സ്വാഗതം ചെയ്യുമ്പോൾ സാധാരണ പൂച്ചെണ്ട്, ബൊക്കെ ഇതൊക്കെയല്ലേ കൊടുക്കുന്നേ? ഇതിവിടുത്തെ ഒരു ആചാരമാ. ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്ന സമയങ്ങളിലെല്ലാം ഇതുപോലത്തെ ആഘോഷങ്ങളും ആചാരങ്ങളും ഞങ്ങൾ അങ്ങ് നടത്തും. ഇതിപ്പോ ഡബിൾ സന്തോഷമല്ലേ വന്നിരിക്കുന്നത്. പ്രധാന ശത്രുവായ ശാലിനി വീണു. ആ സ്ഥാനത്തേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് കടന്നു വരികയും ചെയ്തു. ഉം. അപ്പൊ cheers. Cheers. ജോൺ സാറേ, ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ജപ്തി നടപടികളോട് മുമ്പോട്ട് പോകണമെന്ന് ഞാൻ പറയും. കാരണം താമസിപ്പിച്ചാൽ ഈ വയറ്റത്തെ മുറിവ് തുന്നിക്കിട്ടി അവളങ്ങ് വരും. അത് നമുക്ക് വീണ്ടും തലവേദനയാവേ. ആ കുത്തൊന്ന് കേറ്റി കുത്തിയിരുന്നെങ്കിൽ അവൾ അന്നങ്ങ് തീർന്നേനെ. ബെസ്റ്റ്. എടി പറയുമ്പോൾ എളുപ്പമാ, പക്ഷേ മരണപ്പെടുന്നതേ ഒരു ജില്ലാ കളക്ടറാ. ഈ കുത്തിയവനും കുത്താൻ പറഞ്ഞവനും ഈ പ്ലാൻ ചെയ്ത് ബുദ്ധി ഉപദേശിച്ചവരുണ്ടല്ലോ, എല്ലാം കൂടെ അകത്ത് പോവും. പോലെ കേസാ. ഇതിപ്പോ എങ്ങനെ നോക്കിയാലും 4-5 വർഷം അവരകത്ത് കിടക്കേണ്ടി വരും. എടി മോളെ, അതിനുള്ള പണമൊക്കെ നമ്മളവരെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്കേ നമ്മുടെ കാര്യം ഈ സമയത്തിനുള്ളിൽ നടത്തുകയും ചെയ്യാം. ഇത് പോലീസ് ബുദ്ധിയാ ജോൺ സാറേ. അതുകൊണ്ട് തന്നെ പച്ച ഇറച്ചിയിലേക്ക് അളവറിഞ്ഞ് കുത്താൻ കഴിവുള്ള പണിക്കാരെ തന്നെ ഇറക്കിയത്. ഇനിയിപ്പോ ലെവന്റെ പടപ്പുറപ്പാട് ഉണ്ടാവുമോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. രക്തബന്ധമൊന്നും നോക്കാത്ത സൈസാവൻ എന്നെ എടുത്ത് ഉടുത്തു കളഞ്ഞില്ലേ. അച്ഛന്റെ അനിയനാണെന്നുള്ള പരിഗണന പോലും കാണിക്കാതെ വീട്ടിയൊക്കെ 100-150 കിലോയാ. അല്ല, എന്താ അവന്റെ പേര്? വിഷ്ണുവോ പരമശിവനോ അങ്ങനെ എന്തോ അല്ലേ? ആരായാലും ഇതുപോലെ അങ്ങ് പതുങ്ങിയിരുന്ന് പിച്ചാങ്കത്തി കയറ്റണം. തീർക്കാതെ തീർത്ത് ഇതുപോലെ അങ്ങ് കിടത്തിയേക്കണം. പിന്നെ തല പൊക്കില്ല, മുഷ്ടി ചുട്ടി നമ്മുടെ നേർക്ക് വരൂല്ല. അവനെ ഒതുക്കാൻ ചില്ലറ പണിക്കാരൊന്നും പോരാ ജോൺ സാറേ. ഇരുതല മുരി അവൻ എവിടെ തൊട്ടാലും കടിക്കും. അടിച്ചു കൊല്ലാനാണെങ്കിൽ 2 തലയ്ക്ക് ഒപ്പം അടിക്കണം. എന്നാലേ അവനൊന്ന് ഒതുങ്ങും. ഇല്ലെങ്കിൽ അവൻ നമുക്കിട്ട് പണി തരും. ജപ്തി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ മാനസികമായിട്ടൊന്ന് തകരും. പിന്നെ അവന്റെ നേരെ അയക്കുന്ന ഓരോ അസ്ത്രവും അവന്റെ ചങ്കി തന്നെ തറയ്ക്കും. എത്ര വലിയ പോരാളിയാണെങ്കിലും സാറേ, അവരെ തിളയ്ക്കാൻ ആദ്യം വേണ്ടത് ഈ തീ തുപ്പുന്ന ആയുധമൊന്നുമല്ല, മനസ്സ് തകർക്കുന്ന വാക്കുകളും പ്രവൃത്തിയുമാണ്. നമ്മളീ പറയുന്ന പോലെ കൊല്ലാതെ കൊല്ലും. അത് തന്നെ, അതിവിടങ്ങ് പ്രയോഗിക്കണം. വീട് ജപ്തിയായി, അച്ഛനെയും അമ്മയും കൂടി വീട് ഒപ്പിച്ച് മാറണം. അതിനിടയിൽ ഭാര്യയ്ക്ക് കൂട്ടു നിൽക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇതിനൊക്കെ പൈസ ഉണ്ടാക്കണം. അങ്ങനെ 100 കാര്യങ്ങളോട്ട് അവനിങ്ങനെ ഓടി നടക്കുമ്പോ അവന്റെ വീക്ക് പോയിന്റ് നോക്കി നമ്മളൊരു അടിയടിക്കണം. അവിടെ അവൻ വീഴും. എക്സാക്ട്ലി. ബുദ്ധിയുടെ കാര്യത്തിലും തന്ത്രങ്ങളും വിനയുന്ന കാര്യത്തിലും നിങ്ങളൊരു പുലി തന്നെയാണ്. ഒരു പോലീസുകാരനാകാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു മറുമാണിയായനെ. മർമ്മം നോക്കി ആണി അടിക്കാനേ നിങ്ങൾ ബെസ്റ്റാ. എനിവേ, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഭംഗിയായി എടുത്തിട്ടുണ്ട്. എനിക്കെന്താ തരാനുള്ളതെന്ന് വെച്ചാൽ തന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ എനിക്ക് എന്റെ കൂട് പിടിക്കായിരുന്നു. മോളെ, എന്നാ പിന്നെ സന്തോഷത്തോടെ അതെടുത്ത് കൊടുക്കുക സാറിന്. ജോൺ സാറ് മനസ്സുകൊണ്ട് കൂടി ഒന്ന് ആഹ്ലാദവാനാകട്ടെ. എടുത്തു കൊടുക്കും. അപ്പൊ ജോൺ സാറേ, ഓരോന്നുകൂടെ ഒഴിച്ചാലോ? അയ്യോ വേണ്ട വേണ്ട, ഇന്നത്തേക്ക് ഇനി എടുക്കണ്ട. സാറേ വേണ്ടല്ലോ. ഏയ് വേണ്ട വേണ്ട വേണ്ട. ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനിയും എന്റെ അധികാര പരിധിയിൽ വരാവുന്ന എന്ത് സഹായവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മറ്റുള്ളവരെ ഇതുപോലെ സഹായിക്കാൻ രണ്ടും കൽപ്പിച്ച് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ.
കാണാത്ത വണ്ടികളൊക്കെ ആണല്ലോ. ഏത് ഊളയാണാവോ? ഫാമിലി ആയിട്ട് മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്തോളൂ. ജോൺ സാറിനെ പോലെ സിൻസിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ നമുക്കങ്ങനെ മാറ്റി നിർത്താനാവില്ലല്ലോ. എന്റെ ആത്മാർത്ഥത വീണ്ടും വീണ്ടും നിങ്ങളെ കൂട്ടുകയാണേ. ആ കൊള്ളാം. ക്രൂരതകൾ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കണോ നിങ്ങള്? പാവ ശാലിനി മേഡത്തെ വീട്ടിൽ കളഞ്ഞല്ല. ജഗദീപേ, ഉപേന്ദ്രന്റെ മരം വെട്ടി മുറിക്കൽ കേസും ഇതും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെ. തടസ്സം നിൽക്കുന്നവനൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടേ മുമ്പോട്ട് പോകാൻ പറ്റൂ. ശാലിനി ഒരു തടസ്സമായിരുന്നു, അതുകൊണ്ട് അത് കടക്കലേ അങ്ങ് വെട്ടി. അല്ലെങ്കിൽ നല്ല ചെയ്യുന്നവരാരെയും നിങ്ങളിവിടെ വെച്ച് വാഴിക്കത്തില്ലല്ലോ. പക്ഷെ ഇതെല്ലാം ഒരിക്കൽ പിടിക്കപ്പെടും. ഓ, അന്ന് ഈ ഒത്തൊരുമയും സൗഹൃദ കൂട്ടായ്മയൊക്കെ കണ്ടാ മതി കേട്ടാ. ചിറ്റപ്പ വേണ്ട. ജഗദീപേ, നീ തിന്നുന്ന ചോറ് ഇവിടെ, കൂർ അവിടെ അല്ലേ? അവളുടെ വേദാന്തം വിളമ്പി എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോളണം. ഇനി ഇതുപോലെ ശബ്ദം ഉയർത്തിയാ നീ വിവരം അറിയും. ജോൺ സാർ, സോറി. നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്ന വേദിയിലേക്ക് ഒരു തെരുവനായ വന്നു എന്ന് വിചാരിക്കാം നമ്മള്. എന്തായിരിക്കും സംഭവിക്ക? അങ്ങനെ മാത്രം ഇതിനെ കണ്ടാ മതി. എന്നാ പിന്നെ ഞാനിറങ്ങാം. ഞാനും. ഇനിയുള്ള നീക്കങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ നടത്തി കാണിക്കും. വിരലിലെണ്ണാവുന്ന ദിവസത്തിനുള്ളിൽ നമ്മളത് നടത്തിയിരിക്കും. ഉറപ്പ്. ആ എന്നാ പിന്നെ വഹിക്കുന്നില്ല. ഓക്കെ സാർ. ഓക്കെ. എടീ സുസ്മിതേ, നീ എന്നെ തെരുവുനായാക്കി കളഞ്ഞല്ലേ. പക്ഷെ ഈ തെരുവുനായ്ക്ക് ചില സമയത്ത് പേളകും. അത് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. Just നിന്റെയൊക്കെ ജന്മമാടാ ജന്മം. സുഖ ഭക്ഷണം, സുഖ ഉറക്കം. ജനിക്കുന്നെങ്കിൽ നിന്റെയൊക്കെ നാളിൽ തന്നെ ജനിക്കണം. എന്താ കിടപ്പ്, ഒരല്ലലും ഇല്ല, ഒരാവലാതിയില്ല, സുഖം. രോഹിത്തേ, എഴുന്നേക്കടാ. എഴുന്നേക്കടാ. എന്താടാ? എടാ, നീ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? എടാ, നിന്നെ മുന്നിൽ നിർത്തി ഇവരെല്ലാം കൂടി കളിക്കുന്ന ഈ കളിക്ക് ബലിയാടാവുന്നത് നീ ഒറ്റ ഒരുത്തനാണ്. എടാ, കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാരും കൂടി നിന്നെ നൈസായിട്ട് കൈയൊഴിക്കും. പെട്ടുപോകുന്നത് നീ മാത്രമായിരിക്കും. നിന്നിലൂടെ ഒരു കുടുംബത്തെ തകർക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായാ? എടാ, നിനക്കിതൊക്കെ വാങ്ങിത്തന്ന് ഇവിടെ കിടത്തിയിരിക്കുന്നതും അതിന് തന്നെയാണ്. എടാ, നീ ഇവരുടെ ഒരു ചട്ടുവാ. ഇവര് പറയുന്നത് കേട്ട് പ്രവർത്തിക്കാൻ മാത്രം വിധിക്കപ്പെട്ടൊരു ബലിയാട്. രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ശാലിനി മേഡത്തിന് സംഭവിച്ച പോലെ ഒറ്റ കുത്തിന് നിന്നെ അവർ തീർക്കും. എല്ലാം എനിക്കറിയാം. ഇനി എനിക്കൊരു ജീവിതമില്ല. ഞാനായിട്ട് തന്നെ അത് സാധിച്ചു. തീരട്ടെ, എങ്ങനെയെങ്കിലും അത് ഒതുങ്ങട്ടോ ഈ ശാപം പിടിച്ച ജന്മം. എടാ, ആയിക്കോട്ടെ.
നിനക്ക് നിന്റെ ഈ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഈ കണ്ണിച്ചോര ഇല്ലാത്തവന്മാർക്ക് വേണ്ടിയിട്ട് എന്തിനാടാ നീ നിന്റെ തല വെറുതെ ചവിട്ടിക്കയറാൻ വെച്ചു കൊടുക്കുന്നത്? ഇവര് നിനക്ക് തരുമെന്ന് പറയുന്നില്ലേ? അത് വെറും രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ വാഗ്ദാനങ്ങൾ മാത്രം. അതൊരിക്കലും പ്രാവർത്തികമാകാൻ പോണില്ല. വേണ്ട, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. രക്ഷപ്പെടാൻ നിനക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ. ഇല്ലെങ്കിൽ ശാലിനി മേഡത്തിന് സംഭവിച്ച പോലെ നീയും തീരും. എടാ, നിന്നെ വിത്തും വളമിട്ട് വളർത്തുന്നത് രാജാവാക്കാനൊന്നുമല്ല, മാടിത പോലെ അറക്കാനാണ്. അതൊക്കെ മനസ്സിലാക്കി നഷ്ടപ്പെട്ട ജീവിതവും തിരിച്ചു പിടിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. എടാ, കുടിച്ചു ചാവുന്നതാണോ ജീവിക്കുന്നതാണോ നല്ലതെന്ന് നീ എന്നൊന്ന് സ്വയം മനസ്സിലാക്ക്. എന്നിട്ട് ഈ പെട്ടി കിടക്കുന്ന കുരിക്കുന്നൊന്ന് രക്ഷപ്പെടാൻ നോക്ക്. എനിക്കൊരു 2 പെഗ് കൂടെ കിട്ടുമോ? ആണ്ട കടക്കട. എടാ നീ നന്നാവത്തില്ല കഴുതേ. എടാ, നീ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കുടിച്ച് നശിക്കത്തേ ഉള്ളൂ. കാരണം നിനക്ക് നിന്റെ മനസ്സിൽ ജീവിക്കണമെന്നില്ല, പകരം നശിക്കണമെന്നേ ഉള്ളു. 2 പെഗ് മതി. നിന്റെ എടാ, ഇനി നിനക്ക് എന്ത് വേണോ ആവാം. ഞാനായിട്ട് ഇനി ഒരു വക പറയത്തില്ല നിന്റെ അടുത്ത്. എടാ, നശിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവന്റെ സ്ഥാനം നരകമാണ്. ഇനി അതിനകത്ത് തന്നെ ആവട്ടെ നിന്റെ ഒടുക്കവും. 2 പെഗ് കൊണ്ടുപോടാ. പോയി അവൻ ചത്ത്. എന്റെ ദൈവമേ, ഇത് എന്തൊരു ജന്മമാണോ? ഈശ്വര, ശാലിനി മാഡത്തെയും വിഷ്ണു ആശാനെ ഞാൻ എങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാണ്? നമ്മളിതെല്ലാം കൂടി എടുത്തിട്ട് എവിടെ പോവാ അമ്മേ? നമ്മളെ എന്റെ വീട്ടിലേക്ക് പോകുന്നു. ശാരദാമ്മയുടെ അടുത്തേക്കോ? അതെ, ശാരദാമ്മയുടെ അടുത്ത് തന്നെ. പിന്നെ ഇനി ഇങ്ങോട്ട് വരേയില്ല? സത്യമ്മ ഇന്നലെ രാത്രി പറഞ്ഞതെല്ലാം മോളും കേട്ടല്ലേ? നമ്മളോട് ഇവിടെ നിൽക്കണ്ടെന്നല്ലേ പറഞ്ഞത്? വിഷ്ണു അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചാലോ? വിഷ്ണു അച്ഛൻ പറഞ്ഞ സത്യമ്മ കേക്കില്ലേ? അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ല, പിന്നെ വിഷ്ണു അച്ഛൻ പറഞ്ഞ കേക്കോ മോളെ? അതുമല്ല, നമ്മളിനി ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്ക് പോവാം. നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. പിന്നെ ഇറങ്ങുന്നതിന് മുൻപ് അച്ഛൻ്റെയും സത്യമ്മയുടെയും കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇറങ്ങാവൂ. എവിടെ പോയാലും അവരുടെ 2 പേരുടെയും അനുഗ്രഹം എൻ്റെ മോൾക്കുണ്ടാവണം. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചിലത് സംഭവിച്ചു. ലാഭവും നഷ്ടമൊക്കെ ബിസിനസ്സിൽ പറഞ്ഞിട്ടുള്ളതല്ലേ, അങ്ങനെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. വേറെ ഒന്നും പറയാനില്ലല്ലോ? ശരി. ചെന്ന് അച്ഛൻ്റെ കാല് തൊട്ട് വന്നിക്ക. അച്ഛ, ഞങ്ങൾ പോവാ. അച്ഛൻ കരയാണോ? ഒന്നുമില്ല മോളെ, എവിടെ പോയാലുവേ എന്റെ മോളെ നന്നായി വരും. പിള്ളാരെയൊക്കെ ഇങ്ങനെ തന്നെ വളർത്തണം. ഇല്ലെങ്കിൽ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ചടങ്ങൊക്കെ കുട്ടികൾക്കും അറിയാൻ പറ്റില്ല, മുതിർന്നവർക്കും അറിയാൻ പറ്റില്ല. എന്റെ മോള് അച്ഛനും വന്നില്ലല്ലോ.
അപ്പൊ പപ്പിമോള് പോവാട്ടോ അച്ഛച്ചാ. മോളെ, സത്യമ്മയുടെ കാലു തൊട്ട് വന്നിച്ച് യാത്ര പറഞ്ഞിട്ട് വാ. ചെന്ന് പറയേ, സത്യം ഒന്നും പറയില്ല. ചെന്ന്. സത്യമ്മേ, പപ്പിമോള് പോവാട്ടോ. ഇനി കുറുമ്പ് കാണിച്ചും വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയി സത്യമ്മ ഇനി വിഷമിപ്പിക്കില്ല. മോളെ, സത്യമ്മ, ഞങ്ങൾ ഇറങ്ങുക. ഇനി എപ്പോഴോ ഒന്ന് കാണാന്നറിയില്ലല്ലോ. ഞാനെന്താ ചത്തുപോന്ന് നീ കരുതിയോ? ഇനി കാണില്ല എന്ന് പറയാൻ? നിന്റെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി അമ്മയും മക്കളും ഒരുപാട് പണിയെടുക്കുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കില്ല. കാരണം ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെയാ. മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ട ഒരു അവസ്ഥ വന്നാൽ മാത്രമേ ഈ സത്യഭാമ എന്തെങ്കിലും കടുങ്കൈ ചെയ്യൂ. അതുവരെ പാറ പോലെ ഉറച്ചു നിൽക്കും. എന്തു വന്നാലും നേരിടുകയും ചെയ്യും. ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത മനോധൈര്യമാ. അത് എന്നിലുള്ളിടത്തോളം കാലം ഒരാൾക്ക് മുന്നിലും ഞാൻ തല താഴ്ത്തില്ല. എന്റെ തലയ്ക്ക് മുകളിൽ കയറാൻ ആരും അനുവദിക്കുകയില്ല. അവർ പോകുന്ന സമയത്തെങ്കിലും അവരെ സ്വസ്ഥതയുടെ സമാധാനത്തോടെ പോകാൻ സമ്മതിക്കേ. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞതിനാ കുറ്റം. അവള് മാറില്ല മോളെ. ഈ അഹങ്കാരവും അവളുടെ സ്വഭാവത്തിൽ അലിഞ്ഞിച്ചടഞ്ഞിട്ടുള്ളതാ. അതൊരിക്കലും അവൾക്ക് മാറ്റാനാവില്ല. എന്റെ മക്കൾ പോയിക്കോ. പപ്പിമോള് പോവാട്ടോ. ഇനി കുറുമ്പ് കാണിച്ചും വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയി സത്യമ്മ ഇനി വിഷമിപ്പിക്കില്ല. അച്ഛാ, എന്താ മോളേത്? വരട്ടെ അച്ഛാ. നന്നായി വരണമെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം ദൈവം നിശ്ചയമാ. ചേട്ടാ, എവിടെയെങ്കിലും അച്ഛനെ കാണാമെന്ന് ഉറപ്പു പറയാനും പറ്റാത്ത അവസ്ഥയാണല്ലോ. എന്നാലും പറയുന്നു, കാണാം മക്കളെ. എവിടെയാണെങ്കിലും ഈ പിള്ളച്ചേട്ടന്റെ പ്രാർത്ഥന ഉണ്ടാവൂ. പൊന്നു ചേച്ചി, കുഞ്ഞ്
ഞങ്ങൾ ഇറങ്ങുവാ